ഹായ് ഓൾ, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസ്. നമ്മൾ അപ്പോൾ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ ആണ്. അപ്പൊ നമുക്കത് നോക്കാം. കോൺവെക്സിൽ നമ്മൾ കുറച്ചധികം ഇമേജ് ഫോർമേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും കോൺകേവില് ആകെ രണ്ടെണ്ണേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ സമാധാനമായല്ലോ. അപ്പൊ ആദ്യമേ ഗുഡ് ന്യൂസ് ആണ്, രണ്ട് ഇമേജ് ഫോർമേഷൻ ആണ് നമുക്ക് കോൺകേവ് ലെൻസിൽ പഠിക്കാനുള്ളത്. അപ്പൊ ആ രണ്ട് ഇമേജ് ഫോർമേഷൻ പഠിക്കുന്നതിന് മുന്നേ കോൺകേവ് ലെൻസിലേക്ക് ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അതിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. മറ്റേത് നമ്മളൊരു 3 കണ്ടീഷൻസ് പറഞ്ഞില്ലേ, അതായത് പാരലായിട്ട് പോകുന്ന ആൾ ഫോക്കസിൽ കൂടി പോകും, ഫോക്കസിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ പാരലായിട്ട് പോകും, അങ്ങനെ കുറച്ച് റൂൾസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോൺകേവിലും നമുക്ക് ഒരു 3 റൂള് നോക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇമേജ് ഫോർമേഷനിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺകേവ് ലെൻസ്. ശരി, അപ്പൊ നമുക്ക് ഇതിനകത്ത് 3 പോയിന്റ്സ് നോക്കാനുണ്ട്. ആ 3 ഡയഗ്രംസ് ക്ലിയർ ആയിട്ടൊന്ന് നോക്കിയാൽ നമുക്ക് ആ 3 കണ്ടീഷൻസ് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് എ എന്ന് പറയുന്ന ഫിഗറിൽ നോക്കിയാൽ തന്നെ അറിയാം, ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുന്നുണ്ട് പാരലൽ ആയിട്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി കോൺവെക്സിന്റെയും കോൺകേവിന്റെയും ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺവെക്സ് കൺവെർജ് ചെയ്യുന്ന ലെൻസ് ആണെന്ന് പറഞ്ഞു, എല്ലാം കൂടി ഒരിടത്തേക്ക് പോയിന്റ് ചെയ്ത് കൂട്ടിമുട്ടും. പക്ഷെ കോൺകേവ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ഡൈവേർജിങ് ലെൻസ് ആണ്. അതായത് കോൺകേവിലേക്ക് വരുന്ന ലൈറ്റ് റേസ് എല്ലാം ഡൈവേർജ് ചെയ്തേ പോകത്തുള്ളൂ പല ഭാഗത്തേക്കും. അപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് വരുന്ന ലൈറ്റ് റേ കൺവെർജ് ചെയ്യുന്നില്ല, പകരം ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി കോൺകേവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ ഈ പാസ് ചെയ്ത ലൈറ്റ് റേ ഡൈവേർജ് ചെയ്ത് പോയെങ്കിലും അത് എവിടെ നിന്നാണ് ഡൈവേർജ് ചെയ്യുന്നത്? റിയൽ ആയിട്ട് അങ്ങനെ ഡൈവേർജ് ആവുന്നില്ല ഒരു പോയിന്റിൽ നിന്ന്, അത് ജസ്റ്റ് അവിടെ നിന്ന് തട്ടി ഡൈവേർജ് ആവുന്നതേ ഉള്ളൂ. ബട്ട് നമുക്കത് കാണുമ്പോൾ എവിടെ നിന്ന് ഡൈവേർജ് ആവുന്ന പോലെയാ ഫീൽ ചെയ്യുന്നടാ. നോക്കിക്കേ, അത് ബാക്കിലേക്ക് ആ പോയിന്റ് ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താല് ഈ ലൈറ്റ് റേ ഈ ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന പോലെ പാസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് റൂള് നമ്മൾ പഠിക്കുന്നത് എന്താണ്? പാരലൽ ആയിട്ട് പോകുന്ന ലൈറ്റ് റേ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട് ഫ്രം ദ ഫോക്കസ്. അപ്പിയർ ചെയ്യുവാണ് ഫ്രം ദ ഫോക്കസ് ചെയ്യുന്ന ഡൈവേർജ് ചെയ്ത് പോകുന്ന പോലെ. ശരി, ഇനി അടുത്ത രണ്ടാമത്തത് നോക്കിക്കേ. രണ്ടാമത്തെ ഫിഗർ നോക്കിയാൽ അറിയാം, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണെടാ, നേരെ ഫോക്കസിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്ന ലൈറ്റ് റേ. നോക്കിക്കേ, ഫോക്കസിലോട്ട് പോകാനാണ് അത് ട്രൈ ചെയ്യുന്നത് ആക്ച്വലി. പക്ഷെ അതെന്ത് ചെയ്യും? ലെൻസിൽ എത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യും. നമ്മൾ കോൺവെക്സിൽ 2 റൂൾസ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞത് സെയിം ആണ് ഇവിടെയും. ഫസ്റ്റ് വൺ നോക്കിക്കേ, പാരലൽ ആയിട്ട് പോകുന്ന ആളായിരുന്നു, അയാള് ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. സെക്കൻഡ് വൺ ഫോക്കസിലേക്ക് പോകുന്ന ആളായിരുന്നു, പക്ഷെ അത് അവിടെ നിന്ന് തട്ടി പാരലലി ഡൈവേർജ് ചെയ്ത് വെളിയിലേക്ക് വരും. ഇനി തേർഡ് വൺ, കോൺവെക്സിൽ പഠിച്ച അതേ സാധനം തന്നെയാണ്. ഒപ്റ്റിക് സെന്ററിൽ കൂടി ആര് പാസ് ചെയ്താലും അൺഡീവിയേറ്റഡ് ആയിട്ട് പോകും. അപ്പൊ നമ്മൾ 3 കണ്ടീഷൻസ് കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷന് പഠിച്ചിട്ടുണ്ട്. ഒന്ന്, പാരലലി ആണ് വരുന്നതെങ്കിൽ ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യും, ഫോക്കസിലേക്കാണ് വരുന്നതെങ്കിൽ പാരലലി പോകും, ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകുന്ന ആള് അൺഡീവിയേറ്റഡ് ആയിട്ട് പോകും. അപ്പൊ ഈ 3 റൂൾസ് തറോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇമേജ് ഫോർമേഷൻ പഠിക്കാം. അപ്പൊ ഈ സൈഡിലുള്ള ബോക്സ് നിങ്ങൾക്ക് തന്നെ ഫിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഫസ്റ്റ് വൺ, റേസ് ഓഫ് ലൈറ്റ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ്. പാരലൽ ആയിട്ട് വരുന്ന ആള് എന്ത് ചെയ്യുന്നുണ്ട്? ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് പറ്റും? അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ഫോക്കസ്. നിങ്ങൾക്ക് അതവിടെ മെൻഷൻ ചെയ്യാം, അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എവിടെ നിന്നാടാ? ഫോക്കസ് ചെയ്യുന്നു. സിമിലർലി നിങ്ങൾക്ക് ആ 2 ബോക്സും ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ ദ ലെൻസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഫോക്കസിലൂടെയാണ് പോകുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് പറ്റൂടാ? പാസസ് പാരലലി ത്രൂ ദ പ്രിൻസിപ്പൽ ആക്സിസ്. മൂന്നാമത്തത് എന്താണെടാ? ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നു. റേസ് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക് സെന്റർ ആണെങ്കിൽ ഗോസ് അൺഡീവിയേറ്റഡ്. അപ്പൊ ആ 3 കണ്ടീഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇമേജ് ഫോർമേഷൻ നോക്കാം. ശരി, അപ്പൊ നമ്മള് കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ നോക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഭയങ്കര ഹാപ്പി ആയിട്ട് തുടങ്ങിയത്, കാരണം 2 ഇമേജ് ഫോർമേഷൻസേ ഉള്ളൂ. ആ 2 ഏതൊക്കെയാണെടാ? ബിറ്റ്വീൻ എഫ് ആൻഡ് 2F നോക്കണം, ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസും നോക്കണം. ഒബ്ജക്റ്റിനെ F-നും 2F-നും ഇടയ്ക്കും വെച്ചിട്ടുള്ളത് നോക്കാം, F-ന്റെയും ലെൻസിന്റെയും ഇടയ്ക്കും വെച്ചിട്ടുള്ളത് നോക്കാം. അപ്പൊ ഈ 2 ഇമേജ് ഫോർമേഷൻസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് 2F. അതിന്റെ ഫിഗർ ആണ് ആ സൈഡിൽ തന്നിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ലൈറ്റ് റേ നോക്കുമ്പോ ഇവിടെ നിന്ന് പോയി പാരലലി വരുന്ന ലൈറ്റ് റേ എന്ത് പറ്റൂടാ? നേരെ
ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകും. ഡൗട്ട് ഒന്നുമില്ല. ശരി, രണ്ടാമത്തെ ലൈറ്റ് റേ ഒപ്റ്റിക് ആക്സിസിൽ കൂടി പാസ് ചെയ്യുന്നു, അത് അൺഡീവിയേറ്റഡ് ആയിട്ട് പോകുന്നു. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇമേജ് ഫോർമേഷന് നമുക്ക് ആകെ 2 ലൈറ്റ് റേസ് മതിയാവും. അത് വെച്ചിട്ട് നമുക്ക് ഇമേജ് ഫോർമേഷൻ വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ 2 ലൈറ്റ് റേ വരച്ചിട്ടുണ്ട്. ഒന്ന് പാരലലി പോകുന്ന ആള് ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്നു, 2 ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആള് അൺഡീവിയേറ്റഡ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ജോയിൻ ചെയ്യുന്ന പോയിന്റ്, ദേ ആ പോയിന്റ് നോക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഇവര് പാരലായിട്ട് പോയ ആള് ബാക്കിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന ഫോക്കസ് എവിടാണ്? ദേ ഇവിടാണ്. എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എനിക്കത് കിട്ടി. അപ്പൊ ഈ 2 ആൾക്കാരും തമ്മിൽ മീറ്റ് ചെയ്യുന്ന കോമൺ പോയിന്റ് ഇവിടെയല്ലേ ഇമേജ് ഫോം ചെയ്യുന്നേ? ശ്രദ്ധിച്ചേ, ഇമേജ് ഇവിടെ ഫോം ചെയ്തില്ലേ? മീറ്റ് ചെയ്ത കോമൺ പോയിന്റിൽ ഫോം ചെയ്തു. ഇനി ഈ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ഇമേജിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. ഒന്ന്, പൊസിഷൻ ഓഫ് ദ ഇമേജ്. നോക്കിക്കേ, ഇമേജിന്റെ പൊസിഷൻ നോക്കുമ്പോൾ എഫിനും ഓയ്ക്കും ഇടയ്ക്കാണ് എനിക്ക് കിട്ടിയത് ഇമേജ്. അപ്പം പൊസിഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. ഡൗട്ടില്ല. ശരി, ഈ ഒ എന്ന് പറയുന്നതിന് എനിക്ക് ലെൻസ് എന്നും എടുക്കാം. അപ്പൊ എങ്ങനെ എഴുതാം? ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ എന്ന് എഴുതാം, അല്ലെങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്. നമുക്കറിയാം, ഇമേജ് നോക്കിയപ്പോ ഒരു കുഞ്ഞ് ഇമേജ് അല്ലടാ കിട്ടിയത്. ഇതാണ് ഒബ്ജക്റ്റ്. ഇത്രയും വലിയ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ഒരു കുഞ്ഞ് ഇമേജാ കിട്ടിയത്. അപ്പം ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. വേറെ എന്തൊക്കെ പ്രത്യേകതകളുണ്ടടാ? ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെ നോക്കിക്കോ. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇങ്ങനെ, കിട്ടിയ ഇമേജും ഒരേ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ അത് എന്ത് ഇമേജ് ആണടാ? ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? ഇറക്റ്റ് അല്ലേ? ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടിയത്. ഇനി ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണോ? അതെപ്പോഴും എന്ത് തന്നെയായിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും. അപ്പൊ അതിലും ഡൗട്ടില്ല, വെർച്വൽ ആണ്. കാരണം നോക്കിക്കേ, ലെൻസ് ഇവിടെ, ലെൻസിന്റെ സെയിം സൈഡിലല്ലേ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എന്ത് ഇമേജ് ആണ്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. ശരി, ഇനി അപ്പൊ നോക്ക്, ഇവിടെ നമുക്ക് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്ന ഇമേജസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് കൊടുത്തിരിക്കുന്നത്. പൊസിഷൻ ഓഫ് ദ ഇമേജ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F ആണെങ്കിൽ ഇമേജിന്റെ പൊസിഷൻ വന്നിട്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. കംപ്ലീറ്റ്. ഇനി റിയൽ ആണോ വെർച്വൽ ആണോ? എനിക്ക് കിട്ടിയ ഇമേജ് വെർച്വൽ ആണ്, കാരണം ലെൻസിന്റെ സെയിം സൈഡിലാണ്. ഇനി വെർച്വൽ ആണെങ്കിൽ പിന്നെ ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ എന്ന് ചോദിക്കേണ്ട, ഇറക്റ്റ് തന്നെയാണ്. മാഗ്നിഫൈഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ? ഒബ്ജക്റ്റിനേക്കാൾ ചെറുതാണടാ, അപ്പൊ അതെന്തുകൊണ്ടും ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. കംപ്ലീറ്റ്ലി ഡൺ. ഇനി അപ്പൊ നമ്മൾ രണ്ടാമത് നോക്കാൻ പോകുന്നത് ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് ആണ്. ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് നോക്കാം. അപ്പൊ അതിന്റെ ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു വലിയ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യുക, ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് എവിടെയാണടാ? എഫിന്റെയും ലെൻസിന്റെയും ഇടയ്ക്ക്. എഫിന്റെയും ലെൻസിന്റെയും ഇടയ്ക്കാണ് ഞാൻ ഈ ഒബ്ജക്റ്റിനെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇമേജ് ഫോർമേഷൻ നോക്കാം. ഇമേജ് ഫോർമേഷൻ നോക്കുമ്പോൾ 2 റേസ് ആണ് നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനൊരു പാരലൽ റേ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒബ്വിയസ്ലി അത് എന്ത് ചെയ്യുവടാ? ഡൈവേർജ് ചെയ്യും. എവിടെ നിന്നാണ് ഡൈവേർജ് ചെയ്യുന്നത്? ഫ്രം ദ ഫോക്കസ്. ഡൗട്ടില്ല. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്ന റേ ഒപ്റ്റിക് സെന്ററിൽ കൂടി പാസ് ചെയ്യും, അൺഡീവിയേറ്റഡ് ആയിട്ട് പോകും. ഡൗട്ടില്ല. ശരി, ഇവര് രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന പോയിന്റില് ഇമേജ് ഫോം ചെയ്തു, അതും പ്രശ്നമില്ല. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ പ്രശ്നം. നോക്കാം. ഇപ്പൊ വരച്ചിരിക്കുന്ന റേ ഡയഗ്രാമില് ഒബ്ജക്റ്റ് ഇതായിരുന്നു, കിട്ടിയ ഇമേജ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്താണടാ? ഇത് നമുക്ക് കിട്ടിയത് എന്ത് ഇമേജ്? ഡിമിനിഷ്ഡ് ഇമേജ്. ശരി, ഡിമിനിഷ്ഡ് ഇമേജ് കിട്ടി, കുഴപ്പമില്ല. ഇനി ലെൻസിന്റെ സെയിം സൈഡിലാണോ ഓപ്പോസിറ്റ് സൈഡിലാണോ നോക്കണ്ടേ? ലെൻസിന്റെ സെയിം സൈഡിലാണ് ഇമേജ്. അപ്പൊ പിന്നെ അത് എന്തായാലും വെർച്വൽ ഇമേജ് ആയിരിക്കും. ഇനി വെർച്വൽ ഇമേജ് ആണോ? അതെന്തായാലും ഇറക്റ്റ് ആയിരിക്കും, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതാണല്ലോ ഫിഗറിൽ നോക്കിക്കേ, സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് 3 ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടി. കോൺകേവ് ലെൻസിന്റെ ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ വച്ച ഒബ്ജക്റ്റിന് കിട്ടിയ ഇമേജസ് ഡിമിനിഷ്ഡ് ആണ്, വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്. തൊട്ട് മുന്നത്തെ സ്ലൈഡിലും നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വേറൊരു ഇമേജ് പഠിച്ചായിരുന്നു, എഫ് ആൻഡ് 2Fന്റെ ഇടയ്ക്ക് വെച്ചത്. അത് നോക്കിയപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്? ഡിമിനിഷ്ഡ് ആണ്. പിന്നെ ബിറ്റ്വീൻ എഫ് ആൻഡ് ഒയിലാണ് ഇമേജ് ഫോം ചെയ്തത്, അത് വെർച്വൽ ആണ്, ഇറക്റ്റും ആണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി,
ഇങ്ങനെ കോൺകേവ് ലെൻസിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എപ്പോഴും എന്തായിരിക്കും എടാ? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. വെർച്വലും ആണ്, കാരണം സെയിം സൈഡ്, ഇറക്റ്റും ആയിരിക്കും, നേരെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇമേജ് ആയിരിക്കും കോൺകേവ് ലെൻസ് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പൊ കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കിട്ടുന്നതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഡയഗ്രാം വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ മതി, പ്രൊവൈഡഡ് നിങ്ങൾക്ക് ആ കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് കണ്ടീഷൻ? ഈ പറയുന്ന 3 കണ്ടീഷൻസ്. ക്ലിയർ ആണല്ലോ? അപ്പം കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ കോൺവെക്സിന്റെയും കോൺകേവിന്റെയും ഇമേജ് ഫോർമേഷൻ പറഞ്ഞു. ഇന്നടുത്ത് ഒബ്ജക്റ്റ് വയ്ക്കുന്നു, ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നു, അത്രയും ദൂരത്തിലാണ് ഫോം ചെയ്യുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്? വെർച്വൽ ആണോ, റിയൽ ആണോ, ഇറക്റ്റ് ആണോ, ഇൻവേർട്ടഡ് ആണോ, എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വലുതായിട്ടാണോ ചെറുതായിട്ടാണോ എല്ലാം. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഈ ഇമേജ് ഫോം ചെയ്യുന്നത് എത്ര ദൂരെയാണെന്ന് എനിക്കറിയാൻ വല്ല വഴിയുണ്ടോ? ചോദിച്ചേക്കുന്നു. ഓക്കെ, ക്യാൻ വി കാൽക്കുലേറ്റ് ഹൗ ഫാർ ദ ഇമേജ് ഫ്രം ദ ലെൻസ് വിൽ ബി ഇഫ് എൻ ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ് അറ്റ് എ ഗിവൻ ഡിസ്റ്റൻസ്? ഞാനൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എൻ്റെ ഒബ്ജക്റ്റ് കൊണ്ട് വെക്കാൻ പോവുകയാണ്. എൻ്റെ ഒബ്ജക്റ്റിനെ ഞാനൊരു ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഞാനൊരു 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ കൊണ്ട് വെക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫോം ചെയ്യുന്ന ഇമേജ് എത്ര ഡിസ്റ്റൻസിലാണെന്ന് അറിയാൻ പറ്റുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ലെങ്ത്തുകൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വഴിയാണ് നോക്കാൻ പോകുന്നത്. നോക്കാമോ? അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ലെന്ത് ഉള്ളതടാ, ലെൻസ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ലെൻസ് ഇക്വേഷൻ. അപ്പൊ ഈ ലെൻസ് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, ലെൻസ് ഇക്വേഷൻ അറിയാനായിട്ട് ആദ്യം അതിന്റെ ടേംസ് അറിയണം. ആ ഇക്വേഷനിൽ കുറച്ച് ടേംസ് ഉണ്ട്, അവരെ ആദ്യം അറിയണം. അപ്പൊ അത് അറിയണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസുകൾക്ക് ഒരു പേരിട്ട് കൊടുക്കണം, വേണ്ടടാ. അപ്പൊ ആ പേരുകളാണ് നോക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. ഫസ്റ്റ്, ആ ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫിഗറിൽ ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ടുണ്ട്. ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇപ്പൊ ഫെമിലിയർ ആണ്. എഫ് ഫോക്കസ്, 2F അതിന്റെ ഡബിൾ, അതായത് സെന്റർ ഓഫ് കർവേച്ചർ. ഇനി OB എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ട്, IM എന്ന് പറയുന്ന ഇമേജും ഉണ്ട്. ഒന്നിലും ഡൗട്ട് ഇല്ല. ഇല്ലാത്തൊരു കാര്യം കൂടി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം, ഒപ്റ്റിക് സെന്റർ. അപ്പൊ ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഡൗട്ട് ഇല്ല. ശരി, ഇനി നമുക്ക് നോക്കാം. ഇവര് കുറച്ച് ലെറ്റേഴ്സ്, അതായത് കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടോടാ. ഒബ്ജക്റ്റ് ഇതാണ്, ഒബ്ജക്റ്റ് വരെ ഉള്ള ഡിസ്റ്റൻസ് എവിടെന്ന്? ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിന് U എന്ന ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളത് പഠിച്ചു. ഫസ്റ്റ് ലെറ്റർ U, ഒപ്റ്റിക് സെന്ററും ഒബ്ജക്റ്റും വരെയുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക് സെന്ററും ഇമേജും വരെയുള്ള ഒരു ഡിസ്റ്റൻസ് നോക്കണ്ടേടാ. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോം ചെയ്ത ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിനെ V എന്നെടുത്തു. അപ്പൊ എനിക്ക് രണ്ടാമതൊരു ലെറ്റർ കിട്ടി, V. 2 ലെറ്റേഴ്സ് ആയി നമ്മുടെ കയ്യിൽ. U എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, V എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ്. ഇനി ഫോക്കസിന്റെ അവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് F എന്നെടുത്തു. ക്ലിയർ ആയോ? 3 ലെറ്റേഴ്സ് ക്ലിയർ ആയോ? പക്ഷേ ഇവരെ ഇങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ എനിക്ക് ചുമ്മാ തോന്നിയ പോലെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളൊരു പെർട്ടിക്കുലർ റൂള് വെച്ചിട്ടായിരിക്കും ഈ ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യുന്നത്. അപ്പൊ ആ റൂൾ എന്താ ടീച്ചറെ എന്ന് ചോദിക്കാത്തവർക്കും അതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഇപ്പൊ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നൊക്കെ വലിയ വലിയ പേരുണ്ടെങ്കിലും സാധനം ഭയങ്കര സിമ്പിൾ ആണ്. എന്താണ് ഈ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നമുക്ക് നോക്കാം. ഇവിടെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, ഒരു 3 പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ആ പോയിന്റ്സ് അനുസരിച്ച് വേണം നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാമെന്ന് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. നോക്കടാ, 3 കാര്യങ്ങളെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ പറയുന്നുള്ളൂ. നിങ്ങൾ എപ്പോഴൊക്കെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നുണ്ടോ അതെപ്പോഴും ഒപ്റ്റിക് സെന്ററിൽ നിന്ന് മാത്രം മെഷർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേടാ മെഷർ ചെയ്തേ, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടല്ലല്ലോ മെഷർ ചെയ്തത്. അല്ല, ഞാൻ മെഷർ ചെയ്തത് എവിടെ നിന്നാ? ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. സിമിലർലി എനിക്ക് എന്ത് മെഷർ ചെയ്യണം? ഇമേജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. നമ്മൾ ഡിനോട്ട് ചെയ്ത ലെറ്റർ V. നോക്കടാ, ഞാൻ അത് മെഷർ ചെയ്തത് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടാണ്, അല്ലാതെ ഇമേജിൽ നിന്ന് ഇങ്ങോട്ടല്ല.
അപ്പൊ ഞാൻ ഇവിടെ പറയുന്ന ബേസിക് പോയിന്റ് വേറൊന്നുമല്ല, നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ അത് എവിടെ നിന്നായിരിക്കും ഇവിടെ എപ്പോഴും മെഷർ ചെയ്യുന്നത്? ഒപ്റ്റിക് സെന്ററിൽ നിന്നായിരിക്കും മെഷർ ചെയ്യേണ്ടത്. പോയിന്റ് നമ്പർ 1. ഇനി സെക്കൻഡ് പോയിന്റ്, ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുവാണ്. ഓക്കെ ആണല്ലോ. ആ പാസ് ചെയ്യുന്ന ലൈറ്റ് റേയുടെ സെയിം ഡയറക്ഷനിലുള്ളവരെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്നതോ ടീച്ചറെ? ഓപ്പോസിറ്റ് വരുന്നവരെല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കൂടാ. സിമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഈ ലൈറ്റ് റേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് കൊണ്ട് സെന്ററിൽ നിന്ന് ഞാൻ എടുത്ത ഫോക്കൽ ലെങ്ത് ഇങ്ങോട്ടായിരുന്നില്ലേ, അതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു. സെന്ററിൽ നിന്ന് ഞാൻ കൺസിഡർ ചെയ്ത ഇമേജ് ഇങ്ങോട്ടല്ലായിരുന്നോ, അതിനെയും ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലായിരുന്നോ, ലൈറ്റ് റേക്ക് ഓപ്പോസിറ്റ് അല്ലേ, അത് മാത്രം നെഗറ്റീവ് ആവും. സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൈറ്റ് റേയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം പോസിറ്റീവ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൈറ്റ് റേ ഇവിടെ നിന്ന് മാത്രമല്ലല്ലോടാ വരുന്നത്, ചിലപ്പോൾ ഇവിടെ നിന്നും ലൈറ്റ് റേ വരാമല്ലോ. എങ്കിൽ ആ ലൈറ്റ് റേയുടെ സൈഡിലോട്ട് പോകുന്ന എല്ലാം പോസിറ്റീവ്, അതിന്റെ ഓപ്പോസിറ്റ് പോകുന്നതെല്ലാം നെഗറ്റീവ്. അതും ക്ലിയർ ആയി സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ്, ഈ റൈറ്റും ലെഫ്റ്റും മാത്രം നോക്കിയാൽ മതിയോ? പ്രിൻസിപ്പൽ ആക്സിസിന്റെ മേളിലോട്ട് ഇരിക്കുന്ന ആൾക്കാരെല്ലാം പോസിറ്റീവ്, പിന്നെ താഴോട്ടിരിക്കുന്നവരോ ടീച്ചറെ നെഗറ്റീവ് ഇടാം. കിട്ടി. അപ്പൊ നമ്മൾ 3 ഇമ്പോർട്ടന്റ് റൂൾസ് പഠിച്ചു കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ. എല്ലാ ഡിസ്റ്റൻസും ഷുഡ് ബി മെഷേർഡ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ. ക്ലിയർ ആയി. ഇനി ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ സെയിം ഡിറക്ഷൻ ആസ് ദ ഇൻസിഡന്റ് റേ. ലൈറ്റ് വരുന്നതിന്റെ സെയിം ഡിറക്ഷനിൽ മെഷർ ചെയ്യുന്നവരെല്ലാം പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ. ഓപ്പോസിറ്റ് വരുന്നവരെല്ലാം നെഗറ്റീവും ആയിരിക്കണം. ഡീൽ. മൂന്നാമത്തത്, ഒപ്റ്റിക് ആക്സിസിന് മുകളിലേക്കുള്ളവരെല്ലാം പോസിറ്റീവ് ആയിരിക്കണം, താഴോട്ടുള്ളവരെല്ലാം നെഗറ്റീവ് ആയിരിക്കണം. അതും നമുക്ക് സമ്മതമാണ്. അപ്പൊ നമ്മൾ 3 റൂൾസ് പഠിച്ചു. ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് എപ്പോഴും മെഷർ ചെയ്യാവുള്ളൂ. ഓക്കെ, ഡൺ. അടുത്തത് എന്താണെടാ? ലൈറ്റ് റേയുടെ സെയിം ഡയറക്ഷൻ ആണോ, പോസിറ്റീവ് എടുക്കണം. ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ്, അതും ഡൺ. പിന്നെ ഒപ്റ്റിക് ആക്സിസിന് മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ്, താഴേക്കാണെങ്കിൽ നെഗറ്റീവ്, അതും ഡൺ. അപ്പൊ ഈ 3 റൂളും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യാൻ പഠിക്കാൻ പോവുകയാണ്. ബേസിക്കലി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെൻസിന്റെ ഇക്വേഷൻ ആണ്. അതറിയണമെങ്കിൽ സൈൻ ഏതൊക്കെ എവിടെയൊക്കെ ഇടണം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അതാണ് ഇപ്പൊ നോക്കാൻ പോകുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുക. ഫിഗർ 2.22a ഞാനിപ്പം പറഞ്ഞു തരും. അതിനനുസരിച്ച് നമ്മൾ അതിന്റെ ആൻസേഴ്സ് ഒക്കെ നോക്കും. എന്നിട്ട് 2.22b നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കണം. ഓക്കെ, അപ്പൊ നോക്കടാ. ഇവിടെ ഫസ്റ്റ് ഞാൻ എ എന്ന് പറയുന്ന ഫിഗർ നോക്കാൻ പോവാണ്. അവരൊരു ഒബ്ജക്റ്റിനെ വച്ചിട്ടുണ്ട്, ഇവിടെ വച്ചേക്കുവാണ്. എന്നിട്ട് അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1 സെന്റിമീറ്റർ. ശരി. ഒബ്ജക്റ്റ് വച്ചിരിക്കുന്ന അവിടം വരെയുള്ള ഡിസ്റ്റൻസ് U25 എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഒബ്ജക്റ്റ് വഴി നമുക്ക് ഫോം ചെയ്യുന്ന ഇമേജ് ഇരിക്കുന്ന ഡിസ്റ്റൻസ് V എന്ന് പറഞ്ഞിട്ടുണ്ട്, 100 സെന്റിമീറ്റർ. ഓക്കെ, മനസ്സിലായി. ഇനി ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് നോക്കിയപ്പോൾ ഉള്ള ഫോക്കൽ ലെങ്തും തന്നിട്ടുണ്ട്, F20 സെന്റിമീറ്റർ. അതും നമുക്ക് ഡൗട്ടില്ല. ഇമേജിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. ശരി. അപ്പൊ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇവരെല്ലാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അടുത്തതിൽ ഒരു ബോക്സ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ബോക്സ് ഇവിടെ തന്നിട്ടുണ്ട്. 2.22a ഓരോ വാല്യൂസും നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് ഞാൻ ഇവിടെ ഫില്ല് ചെയ്ത് പോകാം. അതുപോലെ നിങ്ങൾ 2.22b ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ 2.22a അവർ U കണ്ടുപിടിച്ചിട്ടുണ്ട്. 25 ആണ് നമുക്ക് ഫിഗറിൽ തന്നിരിക്കുന്നത്, പക്ഷെ ഇവര് -25 എഴുതിക്കുന്നത്. എന്തുകൊണ്ടാണ് -25 എഴുതിക്കുന്നത്? നോക്കിക്കേ, ഫിഗറിൽ നോക്കിക്കേ. U ഇവിടെ ഇരിക്കുന്ന 25. നമ്മൾ കാർട്ടീഷ്യൻ സൈനിൽ പഠിച്ചു, ഒബ്ജക്റ്റിന് നമ്മൾ ഏത് ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നെങ്കിലും അത് എവിടെ നിന്നേ മെഷർ ചെയ്യുള്ളൂ? ഒപ്റ്റിക് സെന്ററിൽ നിന്നേ മെഷർ ചെയ്യുള്ളൂ. അപ്പൊ അതേ ഒപ്റ്റിക് സെന്റർ ഇവിടെ ആണ്. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടാണ് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്.
പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ലൈറ്റ് റേ. ഇൻസിഡന്റ് ലൈറ്റ് റേ ഇങ്ങോട്ടാണടാ പോകുന്നത്. ലൈറ്റ് റേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ പോകുന്നുണ്ടോ അയാൾ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ലൈറ്റ് റേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ പോകുന്നുണ്ടോ അയാള് നെഗറ്റീവ് ആയിരിക്കും. ഒബ്ജക്റ്റ് ഇവിടെ വച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്കാണ്, ലൈറ്റ് റേ പോകുന്നത് റൈറ്റിലേക്കാണ്. അപ്പൊ ഒബ്വിയസ്ലി യു എന്തായിരിക്കും ഇവിടെ? -25 സെന്റിമീറ്റർ ആയിരിക്കും. ആ കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒബ്ജക്റ്റ് എന്തുകൊണ്ട് -25 ആയി എന്ന്? അപ്പൊ ഇവിടത്തെ ഒബ്ജക്റ്റ് -25 ആക്കി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. ഇനി സെക്കൻഡ് വി കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുവാണേ. അപ്പൊ നമുക്ക് വി നോക്കാം. വി ആണെങ്കിൽ ദേ ഈ ഡിസ്റ്റൻസ് ആണ്. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടാണ് വി മെഷർ ചെയ്തിരിക്കുന്നത് 100 സെന്റിമീറ്റർ. ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് ഒരാളെ നോക്കണം. ഇൻസിഡന്റ് റേ എങ്ങോട്ടാണ്? ഇൻസിഡന്റ് റേ റൈറ്റിലേക്കാണ്. ഇമേജ് ഡിസ്റ്റൻസും റൈറ്റിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ വിയുടെ വാല്യൂ അവിടെ എന്ത് വരും? വിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, +100 സെന്റിമീറ്റർ. റീസൺ എന്തുകൊണ്ടാണ്? ഇൻസിഡന്റ് റേയുടെ സെയിം ഡയറക്ഷനിലാണ് ആര് പോകുന്നത്? ഇമേജിന്റെ ഡിസ്റ്റൻസ് പോകുന്നത്. അപ്പൊ അതിലും നമുക്ക് ഡൗട്ട് ഒന്നുമില്ല എന്തുകൊണ്ട് അത് പോസിറ്റീവ് ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്തുവാടാ ചോദിച്ചിരിക്കുന്നത്? എഫ് ഫോക്കൽ ലെങ്ത്തിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാം. ഫോക്കൽ ലെങ്ത് ഇവർ മെഷർ ചെയ്തിരിക്കുന്നത് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഈ ഫോക്കൽ ലെങ്ത് ഈ ഫോക്കസ് വരെയുള്ള ഫോക്കൽ ലെങ്ത് ആണ് മെഷർ ചെയ്തിരിക്കുന്നത്. ഇത്രയും റൈറ്റ് സൈഡിലേക്കാണ് മെഷർ ചെയ്തിരിക്കുന്നത്. എന്റെ ഇൻസിഡന്റ് റേയും പോകുന്നത് എങ്ങോട്ടാ? റൈറ്റ് സൈഡിലേക്കാണ്. ആണല്ലോ, ദേ ഇൻസിഡന്റ് റേ പോകുന്നത് റൈറ്റ് സൈഡ്, ഞാൻ മെഷർ ചെയ്ത ഫോക്കൽ ലെങ്ത്തും റൈറ്റ് സൈഡ്. അപ്പൊ എന്തുകൊണ്ടും മെഷർ ചെയ്ത ആള് എന്തായിരിക്കും ഇവിടെ? പോസിറ്റീവ് ആയിരിക്കും. പ്ലസ് എത്രയാണ് വാല്യൂ? 20 സെന്റിമീറ്റർ. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നോക്കാം. ദേ H0 ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് HO എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നോക്കുമ്പോ എനിക്ക് മനസ്സിലായി ഇതാണ് ഒബ്ജക്റ്റ്. ഞാൻ നോക്കിയപ്പോൾ ഒബ്ജക്റ്റിന്റെ ഡയറക്ഷൻ ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് മേളിലേക്കാണ്. ഒപ്റ്റിക് ആക്സിസിന് മേളിലേക്കാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇവിടുത്തെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1 സെന്റിമീറ്റർ ആണ്, അത് +1 സെന്റിമീറ്റർ ആയിരിക്കും എന്നുള്ളതിൽ എനിക്ക് ഡൗട്ട് ഇല്ല. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൂടെ നോക്കാടാ? ഇമേജിന്റെ ഹൈറ്റും കൂടി നോക്കാം. ശരി, നോക്കാം. ഇമേജ് ഇത് ഇവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇമേജ് ഞാൻ നോക്കിയപ്പോൾ ഒപ്റ്റിക് ആക്സിസിൽ നിന്നും താഴോട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് താഴോട്ട് ഒരു ഇമേജ് ഫോം ചെയ്യുവാണെങ്കിൽ ആ താഴോട്ടുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആയിട്ട് എടുക്കാനേ നിവൃത്തിയുള്ളൂ. അപ്പൊ പിന്നെ ഇമേജിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 4 ആണ് തന്നിരിക്കുന്നത്. അത് പക്ഷെ എന്താണ് ശരിക്കും? -4 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചു. യു കണ്ടുപിടിച്ചു, വി കണ്ടുപിടിച്ചു, എഫ് കണ്ടുപിടിച്ചു, HOയും HIയും കണ്ടുപിടിച്ചു. യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വി ഇമേജ് ഡിസ്റ്റൻസ്, എഫ് ഫോക്കൽ ലെങ്ത്, HO height of the image and HO height of the object and HI height of the image. അപ്പൊ ഇത്രയും കാര്യങ്ങളും കണ്ടുപിടിച്ചു. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിച്ചു. എന്തുകൊണ്ട് പോസിറ്റീവ് എന്തുകൊണ്ട് നെഗറ്റീവ് എന്നുള്ളത് നിങ്ങൾക്കിപ്പം അറിയാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനും കൂടെ യൂസ് ചെയ്തിട്ട് ഫിഗർ 2.22b ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതായത് അതിനകത്തും യുവും വിയും ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷനും തന്നിട്ടുണ്ട്. ഒന്നുമില്ലടാ, നമ്മൾ ഇപ്പൊ ചെയ്ത ഫിഗർ 1ന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻസിഡന്റ് റേ. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ഇൻസിഡന്റ് റേ എങ്കിൽ ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഇൻസിഡന്റ് റേ. അപ്പൊ ഇൻസിഡന്റ് റേനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാത്തിന്റെയും സൈൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റേയുടെ ഡയറക്ഷൻ മാറുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഈ വന്ന എഴുതിക്കുന്ന വാല്യൂസിൽ എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നതെന്നുള്ളത് ഒന്ന് നോക്കുക. കുറച്ച് സമയം തരാം, ഒന്ന് നോക്കിയിട്ട് അത് എത്രയാണ് വരുന്നതെന്നുള്ളതൊന്ന് പറയണേ. ഓക്കെ, അപ്പൊ 2.22b എന്ന് പറയുന്ന ഫിഗർ നിങ്ങളിപ്പം നോക്കിയിട്ടുണ്ടാവും. അതിനകത്ത് നിന്ന് നമുക്ക് അതിന്റെ വാല്യൂസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നോക്കാം. ശരി, ഇപ്രാവശ്യത്തെ ഫിഗറിൽ നമുക്ക് ഇൻസിഡന്റ് റേ തന്നിരിക്കുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്.
അല്ലെ? അപ്പൊ നമ്മൾ ഇനി എല്ലാത്തിനും കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഡയറക്ഷൻ മനസ്സിൽ വെച്ചിരിക്കണം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഇൻസിഡന്റ് റേ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഏതാ നോക്കേണ്ടത്? യു ആണ് നോക്കേണ്ടത് അല്ലെ? യു ആണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ യു ഞാൻ നോക്കാൻ പോവാണ്. 2.22 ബിയിലെ യു നോക്കാൻ പോവാണ്. യുവിന്റെ കേസ് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ആണ് മെഷർ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഇതാണ്, ഇപ്രാവശ്യം റൈറ്റ് സൈഡിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പം ഒപ്റ്റിക് സെന്ററിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മുടെ എന്ത് പോകുന്നത്? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. കാരണം ഒപ്റ്റിക് സെന്ററിൽ നിന്ന് മെഷർ ചെയ്യാവുള്ളൂ. ഇനി അതേസമയം നമ്മൾ ഇൻസിഡന്റ് റേ നോക്കുമ്പം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഇൻസിഡന്റ് റേ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ യു എന്ന് പറയുന്നത് എപ്പോഴും എന്തായിട്ട് എടുക്കാൻ പറ്റുള്ളടാ? നെഗറ്റീവായിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. ആണല്ലോ? അപ്പൊ എനിക്കിവിടെ യു -25 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. റീസൺ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി സെക്കൻഡ് വൺ ബി ഞാൻ നോക്കിയപ്പോ ഒപ്റ്റിക് സെന്ററിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് വിന്റെ ഡിസ്റ്റൻസ് അല്ലേടാ? കാരണം ലെഫ്റ്റിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഇമേജ്. കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തും കൂടെ നോക്കണം? ഇൻസിഡന്റ് റേ നോക്കണം. നോക്കിയപ്പോ പ്രശ്നമൊന്നും ഇല്ല, കാരണം ഇൻസിഡന്റ് റേയും സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ ഇൻസിഡന്റ് റേയുടെ സെയിം ഡയറക്ഷനിലാണ് വി എങ്കിൽ എനിക്ക് ആ വി എത്ര ആയിട്ട് എടുക്കാടാ? 100 ആണ്. ഞാൻ അതിനെ പക്ഷെ +100 ആയിട്ട് എടുക്കും, കാരണം ഇൻസിഡന്റ് റേയുടെ സെയിം ഡയറക്ഷൻ. അപ്പൊ അതും പ്രശ്നമില്ല. ഇനി അടുത്ത കേസ് നമ്മൾ നോക്കാൻ പോവാണ്. യുവും വിയും കിട്ടി, എഫ് നോക്കണം. എഫ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് ആണ് എഫ്. ഇൻസിഡന്റ് റേ നോക്കിയപ്പോ ഇൻസിഡന്റ് റേയും സെയിം ഡയറക്ഷൻ ആണ്. രണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് പിന്നെ എന്താ പ്രശ്നം? എഫിന്റെ വാല്യൂ എന്ത് തന്നെ കിട്ടും? പോസിറ്റീവ് കിട്ടും. അപ്പൊ ഇത് +20. ഡൗട്ട് ഒന്നുമില്ല, സെന്റിമീറ്റർ ആണ് എല്ലാം. ഓക്കെ, അപ്പൊ അടുത്ത കേസ് നോക്കാം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നോക്കാൻ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഇവിടാണ് ഹൈറ്റ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അതുമല്ല, ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് മേളിലോട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പൊ പിന്നെ അതിലും പ്രശ്നമൊന്നുമില്ല, കാരണം മേളിലോട്ടുള്ളവരെ എല്ലാം നമ്മൾ പോസിറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഇമേജ് നോക്കാം. ഇമേജ് ഇവിടെയാണ് ഇരിക്കുന്നത്, താഴേക്ക്. അത് ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് താഴോട്ടാണ്. ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് താഴോട്ടുള്ളവരെല്ലാം നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഇമേജ് എന്ത് തന്നെ ആയിരിക്കും? -4 സെന്റിമീറ്റർ ആയിരിക്കും. തൊട്ട് മുന്നേ കിട്ടിയ സെയിം അല്ലേ? അപ്പൊ നമ്മൾ ഇൻസിഡന്റ് റേ എവിടെ നിന്നാണോ വരുന്നത് അതിനെയും ബേസ് ചെയ്തായിരിക്കും ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാം സൈന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ രണ്ട് ഫിഗേഴ്സിന്റെയും ഓരോ വാല്യൂസിന്റെ സൈൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ആസ് പെർ കാർട്ടീഷ്യൻ കൺവെൻഷൻ സൈൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പഠിച്ചു. അതനുസരിച്ച് ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്ട് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്ത്തും എല്ലാം നമ്മൾ മെഷർ ചെയ്യാൻ പഠിച്ചു. ഇതെല്ലാം വെച്ച് നമ്മൾ ഒരു ഫോർമുല പഠിക്കാൻ പോവുകയാണ്. ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ പഠിക്കാൻ പോവുകയാണ്. കാരണം നിങ്ങൾക്ക് ഇത് എപ്പോഴും പ്രോബ്ലത്തിൽ വരാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അപ്പൊ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായിരിക്കും ചിലപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ ഇമേജിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഫോർമുല ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കിക്കേ, ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഫോർമുലയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ പഠിച്ച വിയും യുവും എഫും വെച്ചിട്ടുള്ള ഒരു റിലേഷൻ ആണ്. ആ റിലേഷൻ ആണ് 1/f is equal to 1/v minus 1/u. എഫ് ഫോക്കൽ ലെങ്ത് ആണെന്നറിയാം, യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണെന്നറിയാം, വി ഇമേജ് ഡിസ്റ്റൻസ് ആണെന്നറിയാം. ആണല്ലോ? അപ്പം ഈ ഇത്രയും വെച്ചിട്ടുള്ള റിലേഷൻ ആണ് 1/f is equal to 1/v minus 1/u. ഇനി ഇത് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ടൊന്ന്, അതായത് പ്രോബ്ലം ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ 1/f വെച്ചുകൊണ്ടിരുന്നാലും നമുക്ക് പിന്നെ അതിന്റെ റെസിപ്രോക്കൽ തിരിച്ചിടണം. എഫ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇത് തിരിച്ചിടണ്ടേടാ. അപ്പൊ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, കുറച്ചും കൂടെ സിമ്പിൾ ആക്കി ഒരു ഫോർമുല ആക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ആ ഫോർമുല വന്നു എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. നോക്കിക്കേ, 1/f is equal to 1/v minus 1/u ആണ് നമുക്കറിയുന്ന ഇക്വേഷൻ. നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാടാ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണേ. അപ്പൊ അതെങ്ങനെ വരും? 1/f is equal to, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു മൈനസ്, നടുക്ക് മൈനസ് ആണല്ലോ, v/vu. അത് മനസ്സിലാവാത്തവർക്ക് അതൊന്നും കൂടെ പറഞ്ഞു തരാം.
നോക്കിക്കേ, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനാണ് നോക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം 1/f is equal to 1/v minus 1/u ആണെന്നുള്ളത്. 1/f ഞാൻ അതുപോലെ ഇട്ടിട്ടുണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്? ആദ്യത്തെ ആളെ അപ്പുറത്തെ ആളുടെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. നടുക്ക് മൈനസ് ആണ്, അപ്പൊ അതുപോലെ മൈനസ് ഇട്ടു. അടുത്തത് ലെഫ്റ്റിലിരിക്കുന്ന ആളെ അപ്പുറത്തുള്ള ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ. താഴെയുള്ള രണ്ടുപേരെയും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ഇനി എനിക്ക് വേണ്ടത് 1/f അല്ല, എനിക്ക് വേണ്ടത് f ആണ്. അപ്പൊ ഞാൻ ഇതിനെ തിരിച്ചിടുവാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തിരിച്ചിട്ടപ്പോ f ആയി. ലെഫ്റ്റ് തിരിച്ചിട്ടാൽ റൈറ്റും തിരിച്ചിടണ്ടേ, റെസിപ്രോക്കൽ എടുക്കണ്ടേ? അപ്പൊ ലെഫ്റ്റിലുള്ള റൈറ്റിലുള്ള ആൾക്കാരെയും കൂടെ തിരിച്ചിടുമ്പോ താഴെയുള്ള യുവിയും മേളിലുള്ള u മൈനസ് v താഴെ വരും. എഫിന്റെ ഒരു ഇക്വേഷൻ കിട്ടി. അതാണ് ഈ ഇക്വേഷൻ. നിങ്ങൾ ഇത് രണ്ടും എന്ത് ചെയ്ത് വെക്കണം? കാണാതെ പഠിച്ചു വെക്കണം. കാരണം നമുക്ക് 1/f കണ്ടുപിടിച്ച് പിന്നെ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നതിലും നല്ലതാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് ഈ ഫോർമുല ഓർത്തു വയ്ക്കുന്നത്. അപ്പൊ ഈ ഒരു ഫോർമുലയും നോക്കുക. സ്പെസിഫിക്കലി ഈ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഡയറക്റ്റ് ഫോർമുല. അപ്പൊ നമ്മുടെ ലെൻസ് ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കി. 1/f is equal to 1/v minus 1/u. എഫ്, വി, യു ഈ പറയുന്ന മൂന്ന് ആൾക്കാരും എന്താണെന്നുള്ളതിൽ നിങ്ങൾക്ക് ആർക്കും ഡൗട്ടും ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എങ്ങനെയായിരിക്കും ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാടാ. ഒബ്സർവ് ദ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്ട് ആൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഡെപിക്റ്റഡ് ഇൻ ദ ഫിഗർ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, കോൺവെക്സ് ലെൻസ് ആണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട് OB. ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1.8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അവിടം വരെയുള്ള ഡിസ്റ്റൻസ് u 90 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇമേജ് ഇതാണ്. ഇമേജിന്റെ ഹൈറ്റ് 0.6 സെന്റിമീറ്റർ ആണ്. അത് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലടാ? 30 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനകത്ത് നിന്ന് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവരുടെയൊക്കെ മെഷർമെന്റ്സ് ആദ്യം എഴുതണം. റൈറ്റ് ഡൗൺ ദ മെഷർമെന്റ്സ് യൂസിങ് സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷൻ ആരാടാ? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അപ്പൊ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. ഇതിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്. നമുക്ക് എന്തറിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഇക്വേഷനും അറിഞ്ഞിരിക്കണം, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഞാനിതിപ്പം ട്രൈ ചെയ്യാൻ പോവാണ്. ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ മെഷർമെന്റ്സിന്റെയൊക്കെ വാല്യൂ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വെച്ച് ഞാൻ എഴുതാൻ പോവാണ്. സെക്കൻഡ് വൺ അതിന്റെ ഫോക്കൽ ലെങ്ത്തും കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെഷർമെന്റ്സ് എഴുതണം. ശരി, അപ്പൊ മെഷർമെന്റ്സ് എഴുതുമ്പോഴത്തേക്കും ഞാൻ നോക്കുന്നത് ഈ പറയുന്ന ഇമേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, ഇവരുടെ രണ്ടുപേരുടെയും ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യേണ്ടത്. എടാ, ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇവിടോട്ടാണ്, ലെഫ്റ്റിലേക്കാണ്. ഈ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്യണമെങ്കിൽ ഇൻസിഡന്റ് ലൈറ്റ് അല്ലെങ്കിൽ വരുന്ന ലൈറ്റ് റേ ഇങ്ങോട്ടല്ലേടാ പോയത്? ആണ്, കോൺവെക്സ് ലെൻസും ആണ്. അപ്പം ലൈറ്റിന്റെ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്, ഇങ്ങോട്ടാണ്. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u എന്ന് പറയുന്നത് ഉറപ്പായിട്ടും -90 ആവാനേ സാധ്യതയുള്ളൂ. അപ്പൊ അത് നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ക്ലിയർ ആയി. ഇനി ഇമേജ് ഡിസ്റ്റൻസ് നോക്കണ്ടേ? എഗെയിൻ നമ്മൾ വീണ്ടും നോക്കുവാണ്. ലൈറ്റ് റേ അങ്ങോട്ടാണ്, ഇമേജ് ഫോം ചെയ്തിരിക്കുന്നതും അങ്ങോട്ടാണ്. എത്ര ദൂരത്തില്? 30 സെന്റിമീറ്റർ. രണ്ടും സെയിം ഡിറക്ഷൻ ആയത് കാരണം വിയുടെ വാല്യൂ പോസിറ്റീവ് ആവാനേ സാധ്യതയുള്ളൂ. അപ്പൊ നമുക്ക് യുവും വിയും കിട്ടി. യു എന്ന് പറയുന്നത് -90 ആണ്, വി എന്ന് പറയുന്നത് +30 ആണ്. ഇനി ഇവര് ചോദിച്ചിട്ടില്ല, ഇവര് എല്ലാ മെഷർമെന്റ്സും പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ആദ്യം ഒബ്ജക്റ്റ് ഇമേജ് മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് അതേ ആവശ്യമുള്ളൂ ഈ പ്രോബ്ലത്തിന്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ അത് മതി. സപ്പോസ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദ ഇമേജും കൂടി ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നിങ്ങൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എങ്ങനെ പറയൂടാ? നോക്കിക്കേ, ഇതാണ് ഒബ്ജക്റ്റ്. 1.8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എങ്ങനെ അറിയൂടാ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും? ഒന്നുമില്ല, ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് മുകളിലോട്ടാണോ നോക്കുക? ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് മുകളിലോട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? +1.8 ആയിരിക്കും. ഇനി ഇമേജിന്റെ ഹൈറ്റ് എത്രയാണെന്നുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതുവാടാ? താഴേക്കാണ്. ഒരു മിനിറ്റ് തരാം, ആലോചിച്ച് പറ. എന്തായിരിക്കും അതിന്റെ ഹൈറ്റ്?
0.6 എന്ന് തന്നിട്ടുണ്ട്. ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് താഴോട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് താഴോട്ടുള്ളവരെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അത് രണ്ടും ചോദിച്ചിട്ടില്ല, നമ്മൾ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ, പഠിച്ചത് അപ്ലൈ ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. ക്വസ്റ്റ്യന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. F is equal to UV by U minus V. അപ്പൊ അത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. യുവിന്റെ വാല്യൂ എനിക്കറിയാം -90, വിയുടെ വാല്യൂ എനിക്കറിയാം +30 ഡിവൈഡഡ് ബൈ യുവിന്റെ വാല്യൂ അഗെയിൻ -90, വിയുടെ വാല്യൂ +30, നടുക്കൊരു മൈനസ് ഉണ്ട്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുവാടാ? ഇവിടെ എഴുതാം -90 into +30 divided by -90 മൈനസ് ആണ് അടുത്തത്. അപ്പൊ മൈനസ് വിയുടെ വാല്യൂ +30 ആണ്. ഡൗട്ട് ഒന്നുമില്ല. ഇനി നോക്കിക്കേ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെയുള്ള -90യും -30യും 9 into 3 27. അപ്പൊ 27ഉം 2 0യും നെഗറ്റീവ് അല്ലേ? -90 into 30 ആണ്. ഡിവൈഡഡ് ബൈ താഴെ -90യും -30യും കൂടെ പ്ലസ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. -90യും -30യും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ബാക്കിലോട്ട് പോയി -120. രണ്ടിന്റെയും നെഗറ്റീവ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് എത്രയാണ്? 2700/120 ആണ്. നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ 0 0 ക്യാൻസൽ ചെയ്ത് പോവും. ഇനി ഈ കേസ് നമ്മൾ 4ന്റെ കേസിലാണ് എടുക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഇത് എന്ത് കിട്ടുവാടാ? വാല്യൂ 22.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ചെയ്ത് നോക്കണേ. 22.5 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഈ 22.5 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്കത് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടിയത്. ഇത് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കണ്ടേടാ. ഈ പറയുന്ന 22.5 പോസിറ്റീവ് എന്ന് പറയുന്ന സാധനം ഫിഗറിൽ ഒന്ന് നോക്കിക്കേടാ നിങ്ങൾ. ദേ കോൺവെക്സ് ലെൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് കിട്ടിയ ഫോക്കൽ ലെങ്ത് 22.5, അതും പോസിറ്റീവ്. ഇൻ കേസ് ഈ ഫിഗർ തരാതെ നിങ്ങളോട് ജസ്റ്റ് യുവിന്റെയും വിന്റെയും നമ്പേഴ്സ് മാത്രമാണ് തന്നിരുന്നെങ്കിൽ പോലും ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് കിട്ടിയത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാംടാ? പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ ആണ്. പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ ആണ്. കാരണം എന്താ? പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. പോസിറ്റീവ് ആവണമെങ്കിൽ ലെൻസിന്റെ അപ്പുറത്തെ സൈഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്, ഇൻസിഡന്റ് ലൈറ്റ് റേയുടെ സെയിം ഡയറക്ഷനിൽ അപ്പുറത്ത്. അപ്പൊ അത് പോസിറ്റീവ് ആണ്. ഫോക്കസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു ലെൻസേ ഉള്ളൂ. ആര്? കോൺവെക്സ് ലെൻസ്. അപ്പൊ പിന്നെ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണെന്നുള്ളത് നമുക്ക് കിട്ടിയ ആൻസറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഫിഗർ തന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് കോൺവെക്സ് ലെൻസ് ആണെന്ന് മനസ്സിലായി. അല്ലാത്ത കേസുകളിൽ ജസ്റ്റ് വാല്യൂസ് മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് എന്ത് ലെൻസ് എന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയാണ് ഇപ്പൊ പറഞ്ഞത്. ഫോക്കസ് റിയൽ ആണോ? അത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഒന്നുമില്ല. നമ്മൾ ഇക്വേഷൻ പഠിച്ചു. എഫും യുവും വിയും വെച്ചിട്ടുള്ള ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ പഠിച്ചു. അതിവിടെ അപ്ലൈ ചെയ്ത കാര്യമാണ് നിങ്ങൾ ഈ കണ്ടത്. പ്രോബ്ലംസ് ഇങ്ങനെ വന്നാൽ ചെയ്യാൻ ഡൗട്ട് ഒന്നും ഇല്ല. ഓക്കെ ആണല്ലോ?